സ്വന്തം കൂട്ടാളിയെ തങ്ങളുടെ മുന്നിൽ വെച്ച് പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ മൃഗീയമായി മർദ്ദിച്ച ടൂക്കോ ചാവാറായ അവനെയും കൊണ്ട് അവിടെ നിന്നും പോയ ശേഷം വാൾട്ടും ജെസ്സിയും ശരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത ടൂക്കോയെപ്പോലൊരു ഭ്രാന്തന്റെ കൂടെ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത് ഒരു രീതിയിലും നല്ലതല്ലെന്ന് മനസ്സിലാക്കുന്ന വാൾട്ട് തന്റെ മരണശേഷം കുടുംബത്തിന് മറ്റാരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ ഏകദേശം എത്ര രൂപ വേണ്ടിവരുമെന്ന് കണക്കുകൂട്ടാൻ തുടങ്ങി. വീടിന്റെ ലോൺ, മകന്റെയും ജനിക്കാൻ പോകുന്ന മകളുടെയും പഠന ചിലവുകൾ, പിന്നെ വീട്ടു ചിലവുകളും. അടുത്ത 10 വർഷത്തേക്ക് ഭംഗിയായി ഇതെല്ലാം നടക്കണമെങ്കിൽ ചുരുങ്ങിയത് $7 ലക്ഷം എങ്കിലും ഉണ്ടാക്കണം. ആ പേപ്പർ ജെസ്സിയെ കാണിച്ചുകൊണ്ട് വാൾട്ട് വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് ഈ തുക വേണം. എന്റെ കുടുംബത്തിന് നൽകാൻ എനിക്കിത് ആവശ്യമാണ്. ഇത്രയും പണമുണ്ടാക്കാൻ ടൂക്കോയുമായി നമുക്കിനിയും 11 തവണ കൂടി കച്ചവടം നടത്തണം. അത് കഴിഞ്ഞാൽ ഈ പരിപാടി നമ്മൾ എന്നേക്കുമായി അവസാനിപ്പിക്കും. കൊടും ക്രൂരനായ ടൂക്കോയ്ക്കൊപ്പം 11 തവണ കൂടി ബിസിനസ് ചെയ്യാമെന്ന വാൾട്ടിന്റെ തീരുമാനം കേൾക്കുന്ന ജെസ്സി ശരിക്കും സമനില തെറ്റിയ അവസ്ഥയിലായിരുന്നു. ശേഷം കാറുമായി അവിടെ നിന്നും അവർ പോകാനൊരുങ്ങി. എന്നാൽ അടുത്ത നിമിഷം ടൂക്കോയുടെ വാഹനം വീണ്ടും അവർക്ക് നേരെ പാഞ്ഞു വന്നു. ഇത് കണ്ട് വാൾട്ടും ജെസ്സിയും എന്താണ് അവന്റെ അടുത്ത പുറപ്പാടെന്നറിയാതെ ഭയന്നു വിറച്ചു. വണ്ടി നിർത്തിയ ഉടനെ ചോരയിൽ കുളിച്ച നോഡോസിനെ പുറത്തേക്ക് വലിച്ചിറക്കി താഴേക്കിടത്തിയ ടൂക്കോ ദേഷ്യത്തോടെ വാൾട്ടിനോട് കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ആവശ്യപ്പെട്ടു. വാൾട്ടും ജെസ്സിയും പുറത്തിറങ്ങി നോക്കിയപ്പോൾ നോഡോസ് നിലത്ത് കിടന്ന് വിറയ്ക്കുന്നതാണ് കണ്ടത്. സയൻസിൽ അഗ്രഗണ്യനായ വാൾട്ടിന് നോഡോസിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു ടൂക്കോയുടെ ചിന്ത. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് അവനെ രക്ഷിക്കാൻ ടൂക്കോ വാൾട്ടിനോട് ആവശ്യപ്പെട്ടു. വാൾട്ട് നോഡോസിന്റെ പൾസ് പരിശോധിക്കുകയും CPR ചെയ്യുകയും ചെയ്തെങ്കിലും അപ്പോഴേക്കും അവന്റെ ശ്വാസം നിലച്ചിരുന്നു. പതുക്കെ എഴുന്നേറ്റ വാൾട്ട് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നും അവൻ മരിച്ചുപോയെന്നും ടൂക്കോയോട് പറഞ്ഞു. വാൾട്ട് നോഡോസിന്റെ മരണം സ്ഥിരീകരിച്ചപ്പോൾ ടൂക്കോയുടെ കൂട്ടാളിയും നോഡോസിന്റെ അടുത്ത സുഹൃത്തുമായിരുന്ന ഗോൺസോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കൂട്ടുകാരന്റെ ചേതനയറ്റ ശരീരം കണ്ട് അവൻ വല്ലാതെ തകർന്നുപോയി. ആ യാർഡിലുണ്ടായിരുന്ന പഴയ കാറുകൾക്കിടയിൽ എവിടെയെങ്കിലും നോഡോസിന്റെ ശവം കൊണ്ടുപോയി തള്ളാൻ ടൂക്കോ ഗോൺസോയോട് പറഞ്ഞു. ഉറ്റ ചങ്ങാതിയായിരുന്നിട്ടും അവനെ ശരിയായി ഒന്ന് അടക്കം ചെയ്യാൻ പോലും കഴിയാത്തതിന്റെ സങ്കടം ഗോൺസോയുടെ മുഖത്തുണ്ടായിരുന്നു. എങ്കിലും ഭ്രാന്തനായ ടൂക്കോയെ എതിർക്കാതെ മനസ്സില്ലാ മനസ്സോടെ അവൻ ആ ശരീരം അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കാറിന്റെ അടിയിലേക്ക് മറച്ചുവെച്ചു. ഇതൊക്കെ കണ്ട് പേടിച്ചു പോകാനൊരുങ്ങിയ വാൾട്ടിനെയും ജെസ്സിയെയും തടയുന്ന ടൂക്കോ ഭയപ്പെടുത്തുന്ന രീതിയിൽ രൂക്ഷമായി അവരെ നോക്കി. നിങ്ങളെങ്ങാനും എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഗതിയെന്ന ഒരു മുന്നറിയിപ്പായിരുന്നു അത്. അങ്ങനെ ഒരുവിധം വാൾട്ടും ജെസ്സിയും അവിടെ നിന്നും പോയി. ഒരു കൊലപാതകം കൺമുന്നിൽ കണ്ടതിന്റെ ഞെട്ടലും കടുത്ത മാനസിക സമ്മർദ്ദവുമായാണ് വാൾട്ട് വീട്ടിൽ തിരിച്ചെത്തിയത്. എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്തൊരു ഭയവും അസ്വസ്ഥതയും അയാളെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഭാര്യ സ്കൈലർ മുഖത്ത് ഫേസ് പാക്ക് എല്ലാം ഇട്ട് ഉറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. വിഷമത്തോടെയും ഭയത്തോടെയും അവളുടെ അടുത്തെത്തിയ വാൾട്ട് ഒന്നും സംസാരിക്കാതെ വളരെ പരുക്കനായി അവളെ ചുംബിക്കാനും ശാരീരികമായി ബന്ധപ്പെടാനും ശ്രമിച്ചു. വാൾട്ടിന്റെ ഈ അസാധാരണമായ പെരുമാറ്റം കണ്ട് സ്കൈലർ ശരിക്കും പകച്ചുപോയി. തനിക്കിപ്പോൾ വയ്യെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും വാൾട്ട് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഏതോ ഒരു മൃഗീയമായ വികാരത്തിന് അടിമപ്പെട്ടതുപോലെ ഒട്ടും നിയന്ത്രണമില്ലാതെയായിരുന്നു അയാളുടെ പെരുമാറ്റം. മരണഭയത്തിൽ നിന്നും ഉണ്ടായ വല്ലാത്തൊരു അഡ്രിനാലിൻ റഷ് ആയിരുന്നു അയാളെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. ഒടുവിൽ ഗർഭിണിയാണെന്ന കാര്യം പോലും പരിഗണിക്കാതെ തന്നെ ഉപദ്രവിക്കുന്ന വാൾട്ടിനെ സ്കൈലർ തള്ളി മാറ്റുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. സ്കൈലറിന്റെ പ്രതികരണത്തോടെ സ്വബോധം വന്ന വാൾട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പതുക്കെ പുറത്തേക്ക് നടന്നു. വീടിന്റെ പുറത്തുള്ള സ്വിമ്മിംഗ് പൂളിനരികിൽ താനും കുടുംബവും എത്ര വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന ചിന്തയുമായി വാൾട്ട് ഇരുന്നു. അതേസമയം മറുഭാഗത്ത് നോഡോസിന്റെ കൊലപാതകം നേരിൽ കണ്ടതുമുതൽ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്ന ജെസ്സി ചില നിഗമനങ്ങളിൽ എത്തിയിരുന്നു. ടൂക്കോ ചെയ്ത കൊലപാതകത്തിന് താനും വാൾട്ടും ഗോൺസോയും മാത്രമാണ് സാക്ഷികൾ എന്നിരിക്കെ തെളിവുകൾ ഇല്ലാതാക്കാൻ ടൂക്കോ ഉറപ്പായും അവരെ കൊല്ലാൻ വരുമെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ തന്റെ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ സ്വയരക്ഷയ്ക്കായി അവനൊരു തോക്ക് പണം കൊടുത്ത് സംഘടിപ്പിച്ചു. അടുത്ത ദിവസം തന്റെ ഭയത്തെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചുമെല്ലാം ജെസ്സി വാൾട്ടുമായി ചർച്ച ചെയ്തു. ഇതെല്ലാം നിന്റെ തോന്നലാണെന്നും നമ്മളെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ ടൂക്കോ അതവിടെ വെച്ച് തന്നെ ചെയ്യുമായിരുന്നുവെന്നും പറഞ്ഞ് വാൾട്ട് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതൊന്നും കേൾക്കാൻ ജെസ്സി തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം രാത്രി ടൂക്കോയുടെ വണ്ടി തന്റെ വീടിന് മുന്നിൽ വന്ന് തിരിച്ചുപോയെന്നും കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നതെന്നും പറയുന്ന ജെസ്സി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പദ്ധതി തയ്യാറാക്കാൻ വാൾട്ടിനോട് പറഞ്ഞു. അടുത്ത തവണ മെത്ത് കൊടുക്കാൻ പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ടൂക്കോയെ വെടിവെച്ച് കൊല്ലാമെന്നായിരുന്നു ജെസ്സിയുടെ പ്ലാൻ. എന്നാൽ ഈ പദ്ധതിയെ ശക്തിയായി എതിർക്കുന്ന വാൾട്ട് ടൂക്കോ വെറുമൊരു സാധാരണ ഗുണ്ടയല്ലെന്നും വലിയൊരു മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമാണെന്നും ജെസ്സിയെ ഓർമ്മിപ്പിച്ചു. നമ്മൾ അവനെ വെടിവെച്ച് കൊന്നാൽ അത് വലിയൊരു രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്നും അവന്റെ ആളുകൾ നമ്മളെ ജീവനോടെ വിടില്ലെന്നും പറയുന്ന വാൾട്ട് നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാമെന്നും തൽക്കാലം അവനോട് സമാധാനിക്കാനും പറഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി. അതേസമയം ഹാങ്കിന്റെ വീട്ടിൽ മേരി തന്റെ സഹോദരി സ്കൈലറിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക
നിൽക്കുകയായിരുന്നു. ജ്വല്ലറിയിൽ നിന്നും മോഷ്ടിച്ച് സ്കൈലറിന് അവൾ കൊടുത്ത സമ്മാനത്തിന്റെ പേരിൽ അവർ തമ്മിൽ നടന്ന വഴക്കെല്ലാം മറന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് മേരി സ്കൈലറിനോട് സംസാരിക്കുന്നത്. തന്റെ ഫോൺ കോളുകൾ മനഃപൂർവ്വം ഒഴിവാക്കുന്ന സ്കൈലറിന് അവൾ ഒരു വോയിസ് മെസ്സേജ് അയച്ചു. മെസ്സേജിലൂടെ സ്കൈലറിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന മേരി തനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളെയും കുടുംബത്തെയും ഡിന്നറിന് ക്ഷണിച്ചു. ഈ സമയം അങ്ങോട്ട് വരുന്ന ഹാങ്കിന് സ്കൈലർ എന്തുകൊണ്ടാണ് മേരിയുടെ ഫോൺ എടുക്കാത്തതെന്ന് അറിയാമായിരുന്നു. എന്നാൽ അത് അവളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ഹാങ്ക് അവളോട് എന്താണ് സ്കൈലർ നിന്റെ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. അവൾ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് ജോലിക്ക് പോകാൻ ഒരുങ്ങിയ മേരിയോട് അന്ന് രാത്രി ഡിന്നറിന് പോകാൻ കഴിയില്ലെന്നും മേരിയുടെ മോഷണ സ്വഭാവത്തിന് അഥവാ ക്ലെപ്റ്റോമാനിയ എന്ന അസുഖത്തിന് അവളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നും പറഞ്ഞു. മാത്രമല്ല ഈ മാനസിക പ്രശ്നത്തെ നിസ്സാരമായി കാണരുതെന്നും കൃത്യമായി തെറാപ്പിസ്റ്റിനെ കണ്ട് ചികിത്സ തുടരണമെന്നും ഹാങ്ക് അവളെ ഉപദേശിച്ചു. എല്ലാം സമ്മതിക്കുന്ന മേരി അവിടെ നിന്നും ജോലിക്കായി പുറത്തേക്ക് പോയി. മേരി പോയ ശേഷം ഓഫീസിലെത്തിയ ഹാങ്കിനെ നഗരത്തിൽ ഈയിടെ നടന്ന ഒരു മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹപ്രവർത്തകനായ ഗോമസ് കാണിച്ചു കൊടുത്തു. ദിവസങ്ങൾക്ക് മുൻപ് വാൾട്ടും ജെസ്സിയും മെത്തിലാമൈൻ മോഷ്ടിച്ച കെമിക്കൽ വെയർഹൌസിലെ CCTV ദൃശ്യങ്ങളായിരുന്നു അത്. അതിൽ മുഖംമൂടി ധരിച്ച 2 പേർ വെയർഹൌസിന്റെ പൂട്ടുകൾ തകർത്ത് അകത്തു കയറുന്നത് വ്യക്തമായി കാണാമായിരുന്നു. അവിടുത്തെ അലാം സിസ്റ്റം വളരെ വിദഗ്ധമായി ഓഫാക്കിയതും തെർമൈറ്റ് എന്ന രാസവസ്തു ഉപയോഗിച്ച് വലിയ ഇരുമ്പ് പൂട്ട് നിഷ്പ്രയാസം ഉരുക്കി മാറ്റിയതും കണ്ട് ഗോമസ് അത്ഭുതപ്പെട്ടു. ഇവർ ചില്ലറക്കാരല്ലെന്നും കെമിസ്ട്രിയിൽ നല്ല അറിവുള്ള പ്രൊഫഷണൽ സംഘമാണ് ഇതിനു പിന്നിലെന്നും ഗോമസ് ഹാങ്കിനോട് പറഞ്ഞു. എന്നാൽ മെത്തിലാമൈൻ മോഷ്ടിക്കുന്നത് മെത്തുണ്ടാക്കാനാണെന്ന് വ്യക്തമായി അറിയാമായിരുന്ന അവർ നഗരത്തിൽ വളർന്നുവരുന്ന ഈ പുതിയ സംഘത്തെയും മോഷണത്തെയും പറ്റി കൂടുതൽ ശ്രദ്ധയോടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകി. അതേസമയം അന്ന് രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ വാൾട്ട് തനിക്ക് നല്ല പരിചയമുള്ള ഒരു കാർ വീടിന്റെ പുറത്ത് നിൽക്കുന്നത് ശ്രദ്ധിച്ചു. അത് ടൂക്കോയുടെ കാറാണെന്ന് വാൾട്ട് മനസ്സിലാക്കിയതും ആ കാർ പെട്ടെന്ന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പോയതും ഒരേ സമയത്തായിരുന്നു. ഹൈസൻബർഗ് എന്ന വ്യാജ പേരിൽ തന്നെ അറിയുന്ന ടൂക്കോ തന്റെ വീട് കണ്ടുപിടിച്ചത് എന്തിനാണെന്ന ഭയം വാൾട്ടിനെ പിടികൂടി. ഒപ്പം ജെസ്സി പറഞ്ഞതുപോലെ നോഡോസിനെ കൊന്നതിന്റെ തെളിവുകൾ ഇല്ലാതാക്കാൻ തന്നെ കൊല്ലാൻ വന്നതായിരിക്കുമോ എന്നും അവൻ ചിന്തിച്ചു. എന്തും ചെയ്യാൻ മടിക്കാത്ത ടൂക്കോയിൽ നിന്ന് തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ ഭയന്ന വാൾട്ട് ആ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ജനൽ വഴി പുറത്തേക്ക് നോക്കിയിരുന്നു. അടുത്ത ദിവസം രാവിലെ നേരെ ജെസ്സിയുടെ വീട്ടിലേക്ക് പോയ വാൾട്ട് തന്റെ യഥാർത്ഥ പേരും മേൽവിലാസവും ഒക്കെ ടൂക്കോ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ച് ജെസ്സിയുമായി വഴക്കിട്ടു. അതൊന്നും താൻ പറഞ്ഞതല്ലെന്നും ഒരുപാട് പേരുമായി കണക്ഷനുള്ള ഒരു ഡ്രഗ് ഡീലറായ ടൂക്കോയ്ക്ക് ഇതൊക്കെ എളുപ്പത്തിൽ സാധിക്കുമെന്നും ജെസ്സി മറുപടി പറഞ്ഞു. എന്റെ വീട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് എന്റെ അളിയൻ ഹാങ്ക് ഒരു ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണെന്നും കൂടി അറിഞ്ഞാൽ അവൻ നമ്മളെ ഉറപ്പായും തീർക്കുമെന്ന് വാൾട്ട് ജെസ്സിയോട് പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ലെന്നും അവനെ കൊന്നു കളയാമെന്നും പറയുന്ന ജെസ്സി തന്റെ തോക്കെടുത്തു. വാൾട്ടിനു വേണ്ടി ഒരു തോക്കുകൂടി സംഘടിപ്പിച്ച ശേഷം നമുക്കത് നടത്താമെന്ന് പറയുന്ന ജെസ്സിയോട് തോക്കിന്റെ ആവശ്യമില്ലെന്നും താൻ മറ്റൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും വാൾട്ട് പറഞ്ഞു. ശേഷം ഒരു ചെറിയ പാക്കറ്റിൽ നിന്നും കാസ്റ്റർ ബീൻസ് എന്നറിയപ്പെടുന്ന റൈസിൻ ചെടിയുടെ കുരുകൾ പുറത്തെടുക്കുന്ന വാൾട്ട് അതിൽ നിന്നും റൈസിൻ എന്ന അതിമാരകമായ വിഷമുണ്ടാക്കാമെന്നും അത് ടൂക്കോ അറിയാതെ അവന് നൽകിയാൽ പെട്ടെന്ന് മരണം സംഭവിക്കുമെന്നും ജെസ്സിയോട് പറഞ്ഞു. മാത്രമല്ല ഈ വിഷം ഉള്ളിൽ ചെന്നാൽ ഹൃദയാഘാതം വന്ന് സ്വാഭാവികമായി മരിച്ചതുപോലെയേ തോന്നുവെന്നും പോലീസോ അവന്റെ കൂടെയുള്ളവരോ അത് കൊലപാതകമാണെന്ന് ഒരിക്കലും സംശയിക്കില്ലെന്നും വാൾട്ട് പറഞ്ഞു. നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം ബുദ്ധി ഉപയോഗിച്ച് ടൂക്കോയെ തീർക്കാനുള്ള വാൾട്ടിന്റെ ഈ പദ്ധതി ജെസ്സിയും അംഗീകരിച്ചു. ബാക്കി കാര്യങ്ങൾ വിഷം തയ്യാറാക്കിയ ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവർ അന്ന് പിരിഞ്ഞു. ഇതിനിടയിൽ ഹാങ്ക് സ്കൈലറിനെ കാണാനായി വീട്ടിലെത്തിയിരുന്നു. മേരിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഹാങ്ക് പ്രധാനമായും വന്നത്. മേരി ചെയ്ത തെറ്റിനെക്കുറിച്ച് അവൾക്ക് ദേഷ്യമുണ്ടെന്ന് ഹാങ്കിന് അറിയാമായിരുന്നെങ്കിലും മേരിക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും അവൾ അതിന് ചികിത്സയിലാണെന്നും അതുകൊണ്ട് സ്കൈലർ അവളോട് ക്ഷമിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് കേൾക്കുന്ന സ്കൈലർ സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ ഹാങ്കിനോട് പൊട്ടിത്തെറിച്ചു. എന്റെ ഭർത്താവിന് ക്യാൻസറും മകന് സെറിബ്രൽ പാൾസി എന്ന അസുഖവുമുണ്ട്. ഇതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഗർഭിണിയുമായി. ഇതെല്ലാം കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയും സഹിച്ചുമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇതിനിടയിൽ എന്റെ സഹോദരിയുടെ മോഷണ സ്വഭാവം മനസ്സിലാക്കി അവളെ സ്നേഹിക്കാൻ പറയാനാണോ നിങ്ങൾ വന്നതെന്ന് ഹാങ്കിന്റെ മുഖത്തു നോക്കി പറഞ്ഞ ശേഷം സ്കൈലർ അവിടെയിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. സ്കൈലർ ഇത്രത്തോളം ഇമോഷണൽ ആകുമെന്ന് ഹാങ്ക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കരയുന്ന അവളോട് എന്തു പറയണമെന്നറിയാതെ ഹാങ്ക് ശരിക്കും ബുദ്ധിമുട്ടി. അതേസമയം വാൾട്ടും ജെസ്സിയുടെ വീട്ടിൽ വെച്ച് കാസ്റ്റർ ബീൻസിൽ നിന്നും വിഷമുണ്ടാക്കാൻ തുടങ്ങി. കുരുകൾ പൊടിച്ച് പ്രോസസ് ചെയ്ത് അതിൽ നിന്നും റൈസിൻ എന്ന വെളുത്ത പൊടി രൂപത്തിലുള്ള ഉഗ്രവിഷം അവർ തയ്യാറാക്കി. അടുത്ത തവണ മെത്ത് വിൽക്കാൻ പോകുമ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് ടൂക്കോയ്ക്ക് കൊടുക്കാമെന്നും അവൻ അത് ഉപയോഗിച്ചാൽ ഒരു ദിവസത്തിനുള്ളിൽ സ്വാഭാവിക മരണം സംഭവിക്കുമെന്നും വാൾട്ട് ജെസ്സിയോട് പറഞ്ഞു. എന്താണ് ഇതിന്റെ
പ്രത്യേകത എന്നെങ്ങാനും അവൻ ചോദിച്ചാൽ നമ്മൾ എന്തു പറയുമെന്ന് ജെസ്സി വാൾട്ടിനോട് ചോദിച്ചു. നിനക്കിഷ്ടമുള്ള എന്തെങ്കിലും പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് വാൾട്ട് പോകാനൊരുങ്ങി. പെട്ടെന്ന് വാൾട്ടിന് ഹാങ്കിന്റെ കോൾ വന്നു. തന്റെ രഹസ്യങ്ങൾ വല്ലതും ഹാങ്ക് അറിഞ്ഞോ എന്ന സംശയത്തോടെയാണ് വാൾട്ട് ഫോൺ എടുത്തത്. എന്നാൽ സ്കൈലറിനെ കണ്ടതും സംസാരിച്ചതും പറയാനായിരുന്നു ഹാങ്ക് വിളിച്ചത്. സംസാരിക്കുന്നതിനിടയിൽ ഹാങ്ക് താൻ ഇപ്പോൾ ഒരു ക്രൈം സീനിലാണെന്നും നഗരത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു യാർഡിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും പറഞ്ഞ് വാൾട്ടിന് അവിടുത്തെ വീഡിയോ അയച്ചു നൽകി. ആ വീഡിയോ കാണുന്ന വാൾട്ടും ജെസ്സിയും ശരിക്കും ഞെട്ടി. അത് നോഡോസിന്റെയും ഗോൺസോയുടെയും ശരീരമായിരുന്നു. അതോടെ തെളിവുകൾ ഇല്ലാതാക്കാൻ ഗോൺസോയെയും ടൂക്കോ കൊന്നുവെന്ന് മനസ്സിലാക്കിയ വാൾട്ടും ജെസ്സിയും അടുത്തത് അവരാണെന്ന് ഉറപ്പിച്ചു. ജെസ്സിയുടെ തോക്കെടുക്കുന്ന വാൾട്ട് അവനോട് കയ്യിലുള്ള കാശുമായി നഗരം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. ശേഷം വാൾട്ട് നേരെ തന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ വാൾട്ട് ഭാര്യയും മകനും സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒളിച്ചു വെച്ചിരുന്ന പണം മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിയിലേക്ക് മാറ്റി. ഒപ്പം തോക്കും അതിനൊപ്പം വെച്ചു. ടൂക്കോയുടെ കയ്യിൽ നിന്നും തനിക്കിനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ വാൾട്ട് പണത്തിനായി താൻ മെത്തുണ്ടാക്കിയതും 2 പേരെ കൊന്നതുമടക്കമുള്ള എല്ലാ സത്യങ്ങളും സ്കൈലറിനോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് വാൾട്ടിന് ജെസ്സിയുടെ ഒരു കോൾ വന്നെങ്കിലും അയാൾ അതെടുത്തില്ല. കോൾ കട്ട് ചെയ്ത് സ്കൈലറിനോട് സംസാരിക്കാൻ തുടങ്ങിയതും വീടിന് പുറത്ത് ആരോ ലൈറ്റ് അടിക്കുന്നത് വാൾട്ട് ശ്രദ്ധിച്ചു. പുറത്തേക്ക് പോയി നോക്കിയ വാൾട്ട് ജെസ്സി കാറുമായി കാത്തുനിൽക്കുന്നതാണ് കണ്ടത്. അവനോട് തിരികെ പോകാൻ പറഞ്ഞ് വാൾട്ട് അവനോട് ദേഷ്യപ്പെട്ടെങ്കിലും അവനൊരക്ഷരം മിണ്ടിയില്ല. അപ്പോഴാണ് അവന്റെ പിന്നിൽ ഒരാളെ വാൾട്ട് ശ്രദ്ധിച്ചത്. അവർക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ടൂക്കോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ജെസ്സിയുടെ കഴുത്തിൽ തോക്ക് വെച്ചുകൊണ്ട് ടൂക്കോ വാൾട്ടിനോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അവനെ എതിർത്താൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമാകുമെന്ന് അറിയാമായിരുന്ന വാൾട്ട് ഒന്നും പറയാതെ വണ്ടിയിൽ കയറി. ശേഷം ടൂക്കോയുടെ നിർദ്ദേശപ്രകാരം ജെസ്സി വണ്ടി മുന്നോട്ട് വിട്ടു.